So hi guys. So in this video, we are going to discuss about the short story A Day in the Country by Anton Chekhov. റഷ്യൻ റൈറ്റർ ആയിട്ടുള്ള ആൻഡൻ ചെക്കോ എഴുതിയിട്ടുള്ള എ ഡേ ഇൻ ദ കൺട്രി എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് ഈ ഫസ്റ്റ് സെമസ്റ്റർ FIUG PAC സയൻസിൽ പഠിക്കാനുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഒരു സിമ്പിൾ ഷോർട്ട് സ്റ്റോറിയാണ്. അതേപോലെ തന്നെ നമ്മൾ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് ടെരൻറ്റി, ഫ്യോക്ല, ടാനെൽക്ക, സിലാൻ ലിസ്ലിച്ച് എന്ന് പറയുന്ന കുറച്ച് 4 ക്യാരക്ടേഴ്സ് മാത്രം വരുന്ന ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറി ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആൻഡൻ ചെക്കോവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹി ഈസ് എ ഡ്രമാറ്റിസ്റ്റ് ഫ്രം റഷ്യ. ഒരു റഷ്യയിലെ അറിയപ്പെടുന്ന ഒരു നാടകൃത്തായിരുന്നു നമ്മളുടെ ആൻഡൻ ചെക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഓർഡിനറി ലൈഫിനെ കുറിച്ച്, സാധാരണക്കാരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ ഒരു ദിവസം എങ്ങനെ കടന്നു പോകുന്നു എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കഥകളും സ്റ്റോറികളൊക്കെ എഴുതിയിരുന്ന ഒരു റൈറ്റർ ആയിരുന്നു ആൻഡൻ ചെക്കോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹി മെയ്ഡ് മെനി കോൺട്രിബ്യൂഷൻ ടു റഷ്യൻ ലിറ്ററേച്ചർ. അതായത് കുറേ കോൺട്രിബ്യൂഷൻസ് റഷ്യൻ ലിറ്ററേച്ചറിന് നൽകിയിട്ടുണ്ട്. മൂപ്പരുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മൂപ്പരുടെ കഥ പറയുന്ന രീതി, അതേപോലെ തന്നെ ചെറുതായിട്ട് ചെറിയ ചെറിയ കോംപ്ലക്സിറ്റീസ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കഥകളിൽ. അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിച്ച് കഥകൾ എഴുതാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഫേമസ് കഥകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഷോർട്ട് സ്റ്റോറീസിനും പ്ലേസിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ സീഗൾ, അങ്കിൾ വാനിയ, ദ ഷെറി ഓർച്ചാർഡ്. ആൻഡ് ഷോർട്ട് സ്റ്റോറീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ ലേഡി വിത്ത് ദ ഡോഗ്, ദ ബെറ്റ്, ദ കംപ്ലയിൻസ് ബുക്ക് എന്നൊക്കെ പറയുന്നത് ആൻഡൻ ചെക്കോവിൻ്റെ മേജർ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. സോ വെൻ വി മൂവ് ഇൻ ടു ദിസ് ഷോർട്ട് സ്റ്റോറി എ ഡേ ഇൻ ദ കൺട്രി ബൈ ആൻഡൻ ചെക്കോവ്. A Day in the Country is written by Chekhov. It pays homage to an unsung hero, a homeless cobbler whose name is Terendy. Cobbler means ചെരുപ്പ് കുത്തി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരായ ഒരു ചെരുപ്പ് കുത്തിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഒരു അൺസങ് ഹീറോ ആണ് മൂപ്പര്. അതായത് അധികം ഒരു അറിയപ്പെടാത്ത എന്നാൽ ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരും അറിയാതെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് നമ്മളുടെ ടെരൻഡി എന്ന് പറയുന്നത്. അപ്പോൾ മൂപ്പരുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ് നമ്മളുടെ A Day in the Country. At the beginning of a story, the beggar girl named Fyokla, who is 6 years old, comes running through a village. The village is preparing for an approaching storm. അപ്പോൾ ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു 6 വയസ്സുള്ള ഒരു പെൺകുട്ടി, ബെഗറായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഭിക്ഷ യാചിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി എന്ത് ചെയ്യാണ്, നമ്മുടെ വില്ലേജിൽ ഇങ്ങനെ ഓടി ഓടി നടക്കുകയാണ്. എന്ത് പറഞ്ഞിട്ട്, നല്ല കൊടുങ്കാറ്റും മഴയൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വില്ലേജിൽ എൻറ്റയർ ആയിട്ട് ഓടി നടക്കുന്നുണ്ട്. എന്ത് ചെയ്യണം, എന്നിട്ട് നമ്മളുടെ ടെരൻഡിയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ഷീ അഡ്രസ്സസ് എവരിവൺ ആസ് അങ്കിൾ. ഷീ ഈസ് സെർച്ചിങ് ഫോർ എ പെർട്ടിക്കുലർ പേഴ്സൺ. അപ്പോൾ എന്ത് ചെയ്യാണ്, കാണുന്നവരൊക്കെ അങ്കിൾ അങ്കിൾ എന്ന് വിളിച്ചിട്ടാണ് മൂപ്പര് വിളിക്കുന്നത്, 36 വിളിക്കുന്നത്. എന്ത് ചെയ്യാണ് പറയുന്നത്, 36 ആരെയും തെരഞ്ഞു നടക്കുക നമുക്ക് ഇതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഷീ ഫൈനലി ഫൈൻഡ്സ് ടെരൻഡി ഇൻ ദ കിച്ചൺ ഗാർഡൻ. He is a tall old man with a tin pock-marked face, very long legs and bare feet, dressed in a woman-tattooed jacket. He does not like a hero. ഇപ്പം നമ്മളിങ്ങനെ തുടക്കത്തിൽ തന്നെ ഈ കഥ പറയുമ്പോൾ ഈ നമ്മളുടെ ഈ പെൺകുട്ടി, നമ്മളുടെ ഫ്യോക്ല എന്ന് പറയുന്ന പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ആരെ തെരഞ്ഞു നടക്കുകയാണ്. അപ്പോൾ കാണുന്നവരെയൊക്കെ എല്ലാം അങ്കിൾ അങ്കിൾ ഈ പേഴ്സണെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആരെയാണെന്ന് ആദ്യം തന്നെ പറയുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഈ ലേഡി ഉണ്ടല്ലോ, നമ്മളെ ഫ്യോക്ല എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി നമ്മളെ ടെരൻഡിയുടെ എത്തുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ടെരൻഡിയുടെ അപ്പിയറൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ലാസ്റ്റ് പോക്ക് മാർക്ക്ഡ് ഫേസ്, മുഖത്തൊക്കെ കുറച്ച് പാടുകളും അടയാളങ്ങളും പിമ്പിൾസും ഒക്കെ ഉള്ള ഒരാളാണ്. വലിയ കാലുകളുള്ള ഒരാളായിരുന്നു. അതേപോലെ തന്നെ ബെയർ ഫീറ്റ്, ചെരുപ്പൊന്നും ഇടാറില്ല. ഡ്രസ്സിൽ തന്നെ വുമൻ ടാറ്റേഡ് ജാക്കറ്റ്, വുമൻസ് ധരിക്കുന്ന പോലത്തെയുള്ള ഒരു ജാക്കറ്റൊക്കെ ധരിച്ചിട്ട് ഉള്ള ഒരാളായിരുന്നു നമ്മുടെ ടെരൻഡി എന്ന് പറയുന്നത്. ഇത് മൂപ്പരുടെ ക്യാരക്ടറിനെ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് തന്നെ പറയുന്നുണ്ട്, ഡസ് നോട്ട് ലുക്ക് ലൈക്ക് എ ഹീറോ. ഒരു ഹീറോനെ പോലെയുള്ള ജാക്കറ്റും ഷൂസും കോട്ടും ധരിച്ചൊന്നും ഒരാളായിരുന്നില്ല, എന്നാൽ അത്ര ഭംഗിയില്ല. ഒരു ഹീറോ ആയിരുന്നു. ഹീറോ ഒന്നും അപ്പിയറൻസ് ഒന്നും ആർക്കില്ല, നമ്മളുടെ ടെരൻഡിക്ക് ഇല്ല. പക്ഷെ എന്താണ്, ബൈ ഹിസ് ഡൂയിങ് ഹി ബിക്കംസ് എ ഹീറോ ഇൻ ദ സ്റ്റോറി. അവരുടെ പ്രവൃത്തി കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹീറോ ആയിട്ട് നമ്മൾ ടെരൻഡി മാറുന്നുണ്ട്. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ ഡീറ്റെയിൽ സമ്മറി ഓഫ് എ ഡേ ഇൻ ദ കൺട്രി. The story is set in Russian village where the people live in huts. They work in the kitchen gardens, vegetable plots and drill the fields. There is a community barn where they store corn. അപ്പോൾ ഒരു റഷ്യയിലെ ഒരു ചെറിയ വില്ലേജിലാണ് ഈ സ്റ്റോറി നടക്കുന്നത്. അവിടെയുള്ളവർക്ക് എന്ന് പറയുന്നത് എന്താണ്,
സാധാരണക്കാരാണ്. അപ്പോൾ ഈ സാധാരണക്കാർ കൃഷി ചെയ്തിട്ടും ധാന്യങ്ങൾ ശേഖരിച്ചിട്ടൊക്കെ ആയിരുന്നു അവരുടെ അതിജീവനം നടത്തിയിരുന്നത്. അവിടെ ഒരു കമ്മ്യൂണിറ്റി ബാൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ നാട്ടിൽ പത്തായം ഉണ്ടായിരുന്നില്ല, അതേപോലെയുള്ള ഒരു പ്ലേസ്. ഓക്കെ, സ്റ്റോർ കോൺ. ഇവിടെ എന്തായിരുന്നു ഇവര് സ്റ്റോർ ചെയ്തിരുന്നത്? ഇവര് കോൺ ആയിരുന്നു സ്റ്റോർ ചെയ്തിരുന്നത്. ദ ടു ചിൽഡ്രൻ ഫ്യോക്ല ആൻഡ് ഡാനിൽക്ക ആർ ഓഫൻസ് ആൻഡ് ബൈക്കേഴ്സ്. ഇനി ഇതിൽ രണ്ട് ക്യാരക്ടേഴ്സിനെ, ഒരു ബ്രദറിനെയും സിസ്റ്ററിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഫ്യോക്ല ആൻഡ് ഡാനിൽക്ക. ഫ്യോക്ലയുടെ ബ്രദറാണ് ആര്? ഡാനിൽക്ക. അവരെന്താണ്? അനാഥരാണ്. അവരിങ്ങനെ ഭിക്ഷയഴിച്ച് നടന്ന് കുടുംബം മുന്നോട്ട് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുവരുന്ന രണ്ട് കുട്ടികളായിരുന്നു. ദേ ലിവ് ഇൻ എ കമ്മ്യൂണിറ്റി ബാൺ. അവർ താമസിച്ചിരുന്നത് വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ബാണിലാണ്, ഈ ധാന്യങ്ങളൊക്കെ ശേഖരിക്കുന്ന ഒരു പുരയിലാണ് ഇവർ താമസിച്ചിരുന്നത്. Danielka is an 8-year-old boy with red hair and a pale, sickly face, whereas Terendi is a tall old man with a pockmarked face, very long legs and bare feet, dressed in a woman's jacket. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡാനിൽക്ക എന്ന് പറയുന്നത് ഒരു 8 വയസ്സ് മാത്രമുള്ള ഒരു ആൺകുട്ടിയാണ്. നമ്മളുടെ ഇനി നെക്സ്റ്റ് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ ടെറൻഡിയാണ്. ടെറൻഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അത്ര വലിയ ഗുഡ് ലുക്കിംഗ് ഒന്നും അല്ലാത്ത ഒരാളായിരുന്നു ടെറൻഡി എന്ന് പറയുന്നത്. ഓക്കെ, there was going to be a storm in the village. Big clouds cover the sun. Lightning flashes. As we all know, lightning occurs during a storm. അപ്പം എന്ത് ചെയ്യണം? പെട്ടെന്ന് ഇവർ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? പെട്ടെന്നൊരു സ്റ്റോം കടന്നു വരുന്നുണ്ട്. സ്റ്റോം കടന്നു വരുന്നതാണ് കനത്ത മഴ പെയ്യാൻ പോവാന്നല്ലേ അർത്ഥം. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഫ്യോക്ല ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. എല്ലാവരോടും ചോദിച്ചിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, ഇന്ന ആളെ കണ്ടിട്ടുണ്ടോ, എൻ്റെ ബ്രദറിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ലാസ്റ്റ് എവിടെ എത്തുന്നത്? ടെറൻഡിയുടെ അടുത്ത് എത്തുന്നത്. ഓക്കെ, the wind blows heavily, bends the trees and stirs up the dust. It was going to rain. അപ്പോൾ ആ കാലത്ത് നമ്മൾ എന്ത് പറയും? കനത്ത മഴയും കാറ്റും ഒക്കെ വരുന്നുണ്ട്. മരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആടി ഉലയുന്നുണ്ട്. On the same day, the children Fyokla and Danielka go to nearby forest. They see cuckoo's eggs in the hole of a tree. When Fyokla asks for the eggs, Danielka puts instead the hand in the hole, gets egg out of the hole for his sister. അപ്പം എന്ത് ചെയ്യാണ്? ആ ദിവസം തന്നെ നമ്മളെ ഫ്യോക്ലയും ഡാനിൽക്കയും കൂടെ കാട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ അടുത്ത് തന്നെയുള്ള ഒരു കാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മരത്തിൻ്റെ പൊത്തിൽ ചെറിയൊരു കുയിലിൻ്റെ ഒരു കൂടും അതിൽ കുറച്ച് മുട്ടകൾ ഇരിക്കുന്നതുണ്ട്. അപ്പോൾ ഡാനിൽക്ക എന്ത് ചെയ്യാണ്? ഈ മുട്ടകൾ എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കൈ ഇടുന്നുണ്ട്. പക്ഷെ ആക്സിഡന്റിൽ എന്ത് ചെയ്യാണ്? മൂപ്പരുടെ കൈ ആ മരത്തിൻ്റെ പൊത്തിൽ കുടുങ്ങി പോവാണ്. ഓക്കെ, seeing that, Fyokla gets scared. She goes running into the village in every search of Terendi, who could not help get his hand out of the tree. ഇപ്പം എന്ത് ചെയ്യാണ്? ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ തുടക്കത്തിൽ കാണുന്ന ഫ്യോക്ല അങ്ങനെ ഓടി നടക്കുന്നത് ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. തൻ്റെ ബ്രദറിന്റെ കൈ എന്ത് ചെയ്യുന്നുണ്ട്? മരത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിന്ന് ആരെങ്കിലും ഒന്ന് രക്ഷിക്കണം. അപ്പം എന്ത് ചെയ്യാണ്? ടെറൻഡി എന്ന് പറഞ്ഞാൽ തൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അങ്കിളിനെ തെരഞ്ഞിട്ട് നടക്കുകയാണ് ആര്? നമ്മളുടെ ഫ്യോക്ല. ഓക്കെ, അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ഈ കൊടുങ്കാറ്റും മഴയൊക്കെ വരുന്ന ഈ സമയത്ത് ഓടി വരുന്നതായിട്ടാണ് ഈ കഥ തുടങ്ങുന്നത്. അപ്പോൾ ആ സീനിലേക്കാണ് അത് വീണ്ടും എത്തുന്നത്. അപ്പം എന്ത് ചെയ്യാണ്? ഫ്യോക്ല ഈ അങ്കിളിനെ തെരഞ്ഞിട്ട് ടെറൻഡിയുടെ അടുത്ത് എത്തുന്നുണ്ട്. She asks everyone she meets about Terendi, but no one seemed to be willing to answer. They take no notice of her, as they are busy taking shelter from the approaching storm. At last, she meets Silandis village. A sacristan. Sacristan means ഒരു നമ്മൾ എന്താ പറയുക, കപ്പ്യാർ എന്നൊക്കെ പറയില്ലേ, ആ വിഭാഗം. Who is a friend of Terendi, says that Terendi is in the kitchen gardens. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഏട്ടൻ്റെ കൈ കുടുങ്ങിയിട്ടുണ്ട് ബ്രദറിൻ്റെ. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാവരോടും ഇങ്ങനെ ചോദിച്ച് നടക്കുന്നുണ്ട്, ടെറൻഡി എവിടെയാണ്. അപ്പം എല്ലാവരെയും കൊടുങ്കാറ്റ് വരുന്നതുകൊണ്ട് തങ്ങളെ വീപ്സും കോൺസും ഒക്കെ തന്നെ റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു. തങ്ങളുടെ ശേഖരങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്ന, മൂടി വെക്കുന്ന തിരക്കിലായിരുന്നു. ആർക്കും അവള് ആൻസർ കൊടുക്കുന്നില്ല, ടെറൻഡി അങ്കിൾ എവിടെയാണ്. ലാസ്റ്റ് സിലാൻഡി സിലിച്ചിനെ കാണുന്നുണ്ട്. നമ്മളെ ടെറൻഡിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സിലാൻഡി സിലിച്ച് ഒരു കപ്പ്യാറാണ്. അപ്പം മൂപ്പര് പറയുന്നുണ്ട്, മൂപ്പര് ഗാർഡൻ കിച്ചണിലാണ്, കിച്ചണിന്റെ അടുത്തുള്ള ഗാർഡനിൽ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, Fyokla runs towards the kitchen gardens. She finds him standing near the vegetable plots. He looked very drowsy and swayed in the wind like a songbird with a straight beak. The little girl grabs his coat and asks him to come along with her to help her brother out. When Terendi asks what happened to her brother, she tells him now Danielka stuck his hand into a hole in a lime tree.
അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ടെറന്റീനെയും ഗാർഡനിൽ കണ്ടിട്ട് നമ്മളെ ഫിയോക്ല ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ ജാക്കറ്റൊക്കെ പിടിച്ചിട്ട് അവനാകെ ഒരു വൃത്തികെട്ട കൊലത്തിലായിരുന്നു നേരുന്ന പണിയൊക്കെ എടുത്തിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവൻ്റെ കൈ പിടിച്ച് വലിച്ചിട്ട് അവളോടൊപ്പം വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്തിനാ നീ ഇങ്ങനെ മോട്ട വലിച്ചു കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ ഫിയോക്ല പറയുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുക്കുവിൻ്റെ എഗ്ഗ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഡാനിൽക്കയുടെ കൈ ഒരു ലൈം ട്രീയുടെ ഒരു നാരങ്ങ മരത്തിൻ്റെ കൈൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ട്, ഒരു പൊത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ടെറന്റീനോട് ഫിയോക്ല അഭ്യർത്ഥിക്കുന്നുണ്ട്. Terendi gets upset and rushes out to help the boy. He walks very fast. Fiokla can hardly keep up with him. The forest was about a mile and half away. ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കേട്ട ഉടനെ തന്നെ ടെറന്റി വേഗം അവളുടെ കൈയും പിടിച്ചിട്ട് കാട്ടിലേക്ക് നടക്കുന്നുണ്ട് അവനെ രക്ഷിക്കാൻ. പക്ഷേ ഇവൻ്റെ സ്പീഡ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഫിയോക്ലയ്ക്ക് അവൻ്റെ ഒപ്പം കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ് വാസ് ഗ്രോയിങ് ഡാർക്ക് ബിക്കോസ് ഓഫ് ദ ബിഗ് ക്ലൗഡ്സ് ഇൻ ദ സ്കൈ. They take the dusty road that leads off it to a forest. When it starts raining, the little girl stares scared. അപ്പോൾ ഇവരെന്ത് ചെയ്യണം, കനത്ത വനത്തിലൂടെ അല്ലെ കൊടുംവനത്തിലൂടെ ആകെ ഡാർക്കായിട്ടുണ്ട്, മഴക്കാരൊക്കെ വന്ന് മൂടിയിട്ട് എന്ത് ചെയ്യാം, ആകെ ഇരുട്ടായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇവരെ രണ്ടുപേരും കൂടി ഡാനിൽക്ക് നിൽക്കുന്ന ആ മരത്തിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരിങ്ങനെ ആകെ ഇരുട്ടായപ്പോൾ തന്നെ ഫിയോക്ലയ്ക്ക് പേടിയാവുന്നുണ്ട് ഈ അന്തരീക്ഷമൊക്കെ കണ്ടിട്ട്. ടെറന്റി assures her that it doesn't harm a little kid like her. He tells her that trees are fed by the rain. The little girl was being taught to be not to be worried even if they get soaked in the rain, because soon after the clouds disappear, they shall be dry again, just like the grass in the earth. ഇപ്പോൾ പറയുന്നുണ്ട്, ഒരു ചെറിയ കുട്ടിയെ പോലെയുള്ള നിന്നെപ്പോലുള്ള ചെറിയ കുട്ടികളെ ഒന്നും ഒരിക്കലും മിന്നലും ഇടി മഴയൊന്നും ഉപദ്രവിക്കില്ല. അതെന്ത് ചെയ്യും, ഇപ്പോൾ മാത്രമേ പെയ്യുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ മഴ മാറിയിട്ട് വെയിൽ വരും. അപ്പം നനഞ്ഞിരിക്കുന്നത് നമ്മളെന്താവും, ഡ്രൈ ആയിട്ട് മാറും. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേഗം എൻ്റെ ഒപ്പം നടക്കാൻ നോക്കുമെന്ന് അവൻ പറയുന്നുണ്ട്. ബിക്കോസ് സൂൺ ആഫ്റ്റർ ദ ക്ലൗഡ് ഡിസപ്പിയർ ദേ ഷാൽ ബി ഡ്രൈ അഗെയിൻ ഗ്രാസ് ഉള്ളത്. അപ്പോൾ ഭൂമിയിലെ മഴ പെയ്തതിന് ശേഷം പുല്ലുകൾ ഡ്രൈ ആവുന്ന പോലെ തന്നെ എന്ത് ചെയ്യും, മനുഷ്യന്മാരുടെ ക്ലോത്തും ഡ്രൈ ആയി മാറുമെന്ന് ടെറന്റി പറയുന്നുണ്ട്. While walking through the forest during a rainstorm, there is a big fish of lightning which is followed by a thunder. അപ്പോൾ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു ഇടി മിന്നലൊക്കെ കനത്ത ശബ്ദത്തോടെ പൊട്ടുന്നുണ്ട്. It seems to Fiokla as if the lightning splitting the sky. This time Fiokla is more even scared. Then Terendi tries to pacify her by saying that it won't hurt a little thing like her. നമ്മൾ ടെറന്റിന്റെ ക്യാരക്ടറിനെ നോക്കുകയാണെങ്കിൽ കുട്ടികൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മിന്നൽ ഇടിയൊക്കെ വരുമ്പോൾ വെട്ടുന്നുണ്ട്. അപ്പോൾ ഫിയോക്ലയ്ക്ക് പേടിയാവുന്നുണ്ട്. അപ്പോൾ ഫിയോക്ല എന്നോട് പറയുന്നുണ്ട്, ഇടി ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു ചെറിയ കുട്ടിയെയൊന്നും ഉപദ്രവിക്കില്ല, നീ അതുകൊണ്ട് ധൈര്യമായിട്ട് നടക്കുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. Terendi hurries down the road with long strides. His feet are covered with lumpy of heavy wet clay. It is slippery and difficult to walk. ഇവരിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആകെ ചളി നിറഞ്ഞിട്ടുണ്ട്. മഴ പെയ്തിട്ട് ആകെ വെള്ളം കെട്ടി നിൽക്കുന്ന റോട്ടിലൂടെയാണ് അവർ പോകുന്നത്. അപ്പോൾ ഈ മണ്ണ് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ടെറന്റിയുടെ കാലിൽ ഫുള്ള് മണ്ണ് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. He stumbles over stumps which makes his pace slow. അപ്പം അങ്ങനെ ചളിയിലൂടെ നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ നടത്തത്തെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ സ്പീഡ് കുറഞ്ഞു വരുന്നുണ്ട്. At last they go into the Count's corpse. Fiokla points to Danilka, who's standing leaning against a tree looking sideways at ski. Hearing footsteps and seeing the cobbler, Danilka gives a sicky smile. Terendi helps the boy snapping off the broken piece of the food from the edge of the hole and pulling out his hand. അങ്ങനെ നടന്ന് ചളിയിലൂടെ നടന്ന് ഇടി മിന്നലിൻ്റെ ഇടയിൽ ആ ഫോറസ്റ്റിൽ എന്ത് ചെയ്യണം, ഡാനിൽക്ക് നിൽക്കുന്ന ലൈം ട്രീയുടെ അടുത്ത് എത്തുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യാണ്, കണ്ട ഉടനെ തന്നെ നമ്മളുടെ ടെറന്റി അവൻ്റെ കൈ കുടുങ്ങി ആ ബ്രാഞ്ച് ഒടിച്ചിട്ട് അവൻ്റെ കൈ അതിൽ നിന്ന് എടുത്ത് അവനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഓക്കെ. Rubbing his red crushed hand, Danilka asks Terendi about what it makes thunder. Terendi also doesn't mind answering his question. He says it happens when clouds runs against the other. They came out of the corpse. ഇവരെന്ത് ചെയ്യാണ്, ഇവൻ്റെ കൈയൊക്കെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് പോരാൻ നേരത്ത് നമ്മളെ ഫിയോക്ലയ്ക്ക് ഒരു ഡൗട്ട്. അപ്പോൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഡാനിൽക്കൊക്കെ ഡൗട്ട് ഉണ്ട്, എന്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇടി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇടിയുടെ ശബ്ദം എങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഡാനിൽക്ക് ആദ്യം മൈൻഡ് ചെയ്തില്ല, ടെറന്റി ആദ്യം മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഈ രണ്ട് മേഘങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴാണ് ഇടി ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം, അവർ അതും പറഞ്ഞിട്ട് ആൻസർ അവന് മനസ്സിലായി കണ്ടപ്പോൾ അവരവിടുന്ന് നടക്കാൻ തുടങ്ങുന്നുണ്ട്. On their way back, they see a lot of things. Okay, Danica tells him about the ducks which flew by the other day. അപ്പോൾ അങ്ങനെ നടന്നു വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ നിരവധി കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു താറാവ് ഇങ്ങനെ പറന്നു പോകുന്നതൊക്കെ അവർ കാണുന്നുണ്ട്. He says they must be nestling in the Glilia Zemisia marshes. It's a place in അവിടെയുള്ള ഒരു സ്ഥലത്താണ്, അവിടെയാണ് അവർ താമസിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഡക്സ്. Danica asks Fiokla if she want him to show her the
nightingale's nest, but Terendi prevents them from touching the nest in order not to disturb the bird who has had a voice given in his throat to praise God and gladden the heart of a man. അപ്പോൾ പറയുന്നുണ്ട് എന്നുള്ള ഡാനിയൽക്കും ഫിയോക്ലിയും ടെറൻഡി ഇങ്ങനെ നടന്നു പോയതിൻ്റെ ഇടയ്ക്ക് താറാവിനെ കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ വീടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ആ സ്ഥലത്താണ് അവരുടെ വീട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡാനിയൽക്ക് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് ചെയ്യണോ, ഇവിടെ ഒരു നൈറ്റിംഗേൽ, നമ്മൾ രാപ്പാടി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു കൂടുണ്ട്, നിനക്കതിനെ കാണണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ടെറൻഡി പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർ സമാധാനമായിട്ടിരുന്നോട്ടെ, അവരെ ശല്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, നേച്ചറിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മളുടെ ടെറൻഡി എന്ന് പറയുന്നത്. ഓക്കെ. Gradually, the clouds disappear. They see a bright patch of blue in the sky. That means now they can see the beauty in nature. They walk through the fields towards the river. Danielka points to the swarm of bees, a branch of young oak tree. എന്ത് ചെയ്യണം, പെട്ടെന്ന് മഴയുടെ അന്തരീക്ഷമൊക്കെ മാറി മഴക്കാറൊക്കെ പോയിട്ടുണ്ട്. അവർ നടന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിവറിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. ആ റിവറിൻ്റെ അടുത്തുള്ള ഒരു മരത്തിൽ നമുക്ക്, ഓക്ക് ട്രീയിൽ നമുക്ക് ബീസിനെ കാണാൻ പറ്റും, തേനീച്ചകളെ കാണാൻ പറ്റും. ടെറൻഡി ടെൽസ് ദം എ സ്വാം ഓഫ് ബീസ് കുഡ് ബി സെറ്റിൽഡ് ബൈ വാട്ടർ. അപ്പോൾ ടെറൻഡി പറയുന്നുണ്ട്, നമ്മുടെ ടെറൻഡി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തേനീച്ചകൾ എപ്പോഴും വെള്ളത്തിൻ്റെ അടുത്തായിരിക്കും കൂട് കൂട്ടുന്നത്. He teaches them that bees hide out in the beehive when it rains hard, because if the raindrops are really big, they can break a bee's wing. He tells them that when the bees are settled, they can even collect a whole swarm of bees by bending and shaking branches into a sack. Danielka looked at his sister neck and notices big swelling on it. Terendi laughs, looking at Fiocla's rubbing her neck vigorously. He tells her that a sting of Spanish fly can cause swelling. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ റിവറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തേനീച്ചകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തേനീച്ചകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, നമ്മൾ ടെറൻഡി ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അടുത്താണ് ഇവർ സെറ്റിൽ ചെയ്യുന്നത്, ഒരു കൂട്ടത്തോടെയാണ് സെറ്റിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഇവർ എന്തെങ്കിലും പ്രശ്നം ചെയ്യുന്ന കഴിഞ്ഞാൽ ഒരു കൂട്ടത്തോടെയാണ് വീഴുന്നത്. അപ്പോൾ കൊമ്പ് എന്തെങ്കിലും ഒടിഞ്ഞു വീഴുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ കൂടോടെയാണ് അവർ വീഴുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, ഡാനിയൽക്ക ലുക്ക് ലൈക്ക് സിസ്റ്റേഴ്സ് നെക്ക്, അങ്ങനെ നോക്കുമ്പോൾ ഡാനിയൽക്ക നോക്കുമ്പോൾ ബ്രദർ നോക്കുമ്പോൾ നമ്മളുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫിയോക്ല കഴുത്തിങ്ങനെ ചൊറിയുന്നുണ്ട്, അവർക്ക് അവിടെ ഇങ്ങനെ വേദനിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത് എന്ത്, അങ്ങനെ ടെറൻഡി ലോവസ് ചെയ്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതൊരു സ്പാനിഷ് ഫ്ലൈ ആണ്, അത് അവിടെ കടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അവൾ അവിടെ ചൊരിയുന്നത് എന്ന് പറഞ്ഞിട്ട് ഡാനിയൽക്കയോട് പറയുന്നുണ്ട്. Now there are no threatening clouds. The sun is shining brightly. They are walking through the fields. Terendi shows them the plants and flowers that spread the fragrance. അപ്പോൾ അവിടെ മഴയും മേഘമൊന്നുമില്ല, ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗിയുള്ളൊരു നേച്ചർ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം മഴ തോർന്നു പോയൊരു നേച്ചറാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയുള്ള പൂക്കളെക്കുറിച്ചും അവിടെയുള്ള നേച്ചറിനെ കുറിച്ചും ഒക്കെ ടെറൻഡി ഈ രണ്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് പരത്തുന്ന സുഗന്ധത്തെക്കുറിച്ചും, ഫ്രാഗ്രൻസ് സുഗന്ധം, ഇതൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. He tells him about the herb which is used to cure nose bleeding. അപ്പോൾ അവരൊരു ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹെർബ്, ഒരു പച്ചമരുന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തിന്, ഈ ബ്ലീഡിങ് നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പച്ചമരുന്നിനെ കുറിച്ച് ഡാനിയൽക്കും ടെറൻഡിക്കും ഫിയോക്ലയ്ക്കും ടെറൻഡി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. The children watch a train passing by their village. They ask Terendi, how could a train run without help of hoses? He says that train produce their pulling power through a steam engine. അപ്പം അങ്ങനെ അവരിങ്ങനെ പൂക്കളെ കുറിച്ചൊക്കെ സംസാരിച്ചിരിക്കുന്നതിനിടയ്ക്കിടയിൽ എന്ത് ചെയ്യണം, ഒരു ട്രെയിൻ ആ കാട്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫിയോക്ലയ്ക്കും ഡാനിയൽക്കും അടുത്ത ഡൗട്ടായി, കുതിരകളൊന്നും വലിക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഈ ട്രെയിനുകൾ മുന്നോട്ട് പോകുന്നത്? അപ്പോൾ ടെറൻഡി പറയുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ചലിക്കാനുള്ള പവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ സ്റ്റീം എഞ്ചിനിലൂടെ, പുകയന്ത്രത്തിലൂടെ തന്നെ അവർ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. He explains that trains are fueled by burning materials like coal and wood to produce steam. ഈ സ്റ്റീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, സ്റ്റീമാണ് വലിച്ചുകൊണ്ട് പോകുന്നത്. ഈ സ്റ്റീം ഉണ്ടാക്കുന്നത് കൽക്കരിയും മരക്കട്ടിയും ഒക്കെ ഉപയോഗിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് അവരോട് പറയുന്നുണ്ട്. They cross the railway line and walk through the fields aimlessly. The children never stop asking doubts. Terendi loves the children, so he clarifies all the doubt of the children very patiently. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് എന്ത് ചെയ്യാണ് ടെറൻഡിനോട് ഡാനിയൽക്കെയും ഫിയോക്ലയും ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കുട്ടികളായ എന്തുണ്ടാവും, സംശയങ്ങൾ തീരില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യണം, സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ടെറൻഡിക്കാണെങ്കിൽ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവർ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിനും നല്ല സ്വീറ്റായിട്ട് നല്ല രസമുള്ള മറുപടികൾ അവർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അവർ ചോദ്യവും നിർത്തുന്നില്ല. Terendi is a knowledgeable man. He knows the herbs cure diseases. Looking at the sunsets, at the moon, on the bird, he can tell what sort of weather it is. It would be the next day. അപ്പോൾ പറയുന്നുണ്ട്, ടെറൻഡി എന്ന് പറയുന്നത് നല്ല അറിവുള്ള ഒരു മനുഷ്യനായിരുന്നു. പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയിലെ പച്ചമരുന്നുകളെക്കുറിച്ചും
ഒക്കെ അറിവുള്ള ഒരാളായിരുന്നു. പ്രകൃതിയുടെ അവസ്ഥ കണ്ടിട്ട് മൂപ്പർക്ക് പറയാൻ പറ്റും എന്ത് കാലാവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്, മഴയാണോ മഞ്ഞാണോ വെയിലാണോ വരാൻ പോകുന്നത് എന്നൊക്കെ പറയാൻ പറ്റും. അത്രയും പ്രകൃതിയെ കുറിച്ച് അടുത്തറിഞ്ഞ ഒരാളായിരുന്നു നമ്മുടെ ടെറൻഡി എന്ന് പറയുന്നത്. ടെറൻഡി knows the names of all the wild flowers, animals and stones. ഇപ്പൊ കാട്ടിലുള്ള എല്ലാ പൂക്കളെ കുറിച്ചിട്ടും മൃഗങ്ങളെ കുറിച്ചിട്ടും കല്ലുകളെ കുറിച്ചിട്ടും ഒക്കെ ആർക്കും അറിവുണ്ട്, നമ്മുടെ ടെറൻഡിക്ക് അറിവുണ്ട്. അതുകൊണ്ട് എന്തിനെ കുറിച്ച് ചോദിച്ചാലും ടെറൻഡി ആൻസറബിൾ ആണ്. ഓക്കെ, he knows everything and he is so wise. Not only Terendi, but all the villagers are also wise as Terendi is. Also, they are not illiterate. They have learned all these things from their experience with nature. Nature is their teacher. അപ്പോൾ ടെറൻഡി മാത്രമല്ല, അവർ ജീവിക്കുന്ന ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും പൂക്കളെ കുറിച്ചിട്ടും മൃഗങ്ങളെ കുറിച്ചിട്ടും കല്ലുകളെ കുറിച്ചിട്ടും പ്രകൃതിയെ കുറിച്ചിട്ടൊക്കെ നല്ല അറിവുകളുണ്ട്. അവരിത് സ്വയം നേടിയെടുത്തതാണ്, അല്ലാതെ പഠിച്ചെടുത്തതല്ല. അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നേടിയെടുത്തതാണ്, അവരുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നിന്ന് നേടിയെടുത്തതാണ്. അപ്പോൾ പറയുന്നുണ്ട് നേച്ചർ ഈസ് എ ടീച്ചർ. അപ്പോൾ അവർ ജീവിക്കുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പ്രകൃതിയാൽ അവർ ദിനം പ്രതി ജീവിക്കുന്ന അവരുടെ അവസ്ഥയിൽ നിന്ന് അവർ പഠിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, നേച്ചർ ഈസ് എ ടീച്ചർ. വില്ലേജേഴ്സിന്റെ അവസ്ഥയാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്പ്രിംഗ് സീസൺ ബീങ് വാഷ്ഡ് ബൈ ദ ട്രെയിൻ. The trees and fields are looking fresher and greener. The fields are no pleasant, full of fragrance. അപ്പോൾ ആ കാലാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്പ്രിംഗ് സീസൺ ആണ്. ട്രെയിനുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ സസ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഗ്രീനർ ആൻഡ് ഫ്രഷ്. ഈ മഴ പെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഗ്രീൻ കളറിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. ദ ഫീൽസ് ആർ സോ പ്ലസന്റ് ഫുൾ ഓഫ് ഫ്രാഗ്രൻസ്. അപ്പോൾ ഈ മഴ പെയ്തിട്ട് പൂക്കളുടെ സുഗന്ധമൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. We all know that being in nature reduces anxiety and stress, increases our attention. അപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേച്ചറിൽ പോയിട്ട് കുറച്ച് നേരം ഇരുന്നാൽ നമുക്കറിയാം നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ മാറി നിൽക്കും, അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമുക്ക് നേച്ചർ തരുന്നത്. Enjoying the beauty of nature, the boy becomes more curious to learn many things from Terendi. The two of them, the cobbler and the boy, walk about fields taking uneasily and tirelessly. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? നടന്ന് വീട്ടിലെത്തുന്നുണ്ട്. ഒരു നേച്ചർ ഇങ്ങനെ ഫീൽ ചെയ്യാണ്. ഈ 4 പേരും ടെറൻഡി, നമ്മളുടെ കോബ്ലറും അതേപോലെ തന്നെ ടാനൽക്കിയും ഫിയോക്ലി എന്ത് ചെയ്യുന്നുണ്ട്? ഒരുമിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഓക്കെ, ഫീൽഡ്ലെസ്സിലെ ഒരു ടയർഡ്നെസ്സും ഇല്ലാതെ. ദേ ആർ എൻക്രോസ്ഡ് ഇൻ ദിയർ ടാക്ക് ഓഫ് ബ്യൂട്ടി ആൻഡ് ദ എർത്ത്. അവരെന്ത് ചെയ്യാണ്? ഭൂമിയുടെ ഭംഗിയെക്കുറിച്ചും കാലാവസ്ഥയുടെ ഭംഗിയെക്കുറിച്ചൊക്കെ സംസാരിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. ദേ ഡു നോട്ട് നോട്ടീസ് ദ വീക്ക് ലിറ്റിൽ ഗേൾ ട്രിപ്പിംഗ് ആഫ്റ്റർ ദം. ഷീ വാസ് സോ ടയേർഡ് ആൻഡ് ഷീ കുഡ് നോട്ട് കാച്ച് അപ്പ് വിത്ത് ദം. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തള്ളി മറിക്കല്ലേ പ്രകൃതിനെ കുറിച്ചിട്ട്. അപ്പോൾ ബാക്കിലുള്ള ഫിയോക്ലയുടെ അവസ്ഥ ആരും ആലോചിക്കുന്നില്ല. അവൾ ആകെ ക്ഷീണിച്ച അവശയായിട്ടുണ്ട്. ചെറിയ കുട്ടിയല്ലേ, 6 വയസ്സ് മാത്രമേ ഉള്ളൂ. അവൾ ഇവരുടെ ഒപ്പം കാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. നടന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അവൾക്ക് ആകെ ക്ഷീണം വന്നിട്ടുണ്ട്. Towards midday, they take a walk along the river. They sit on the river bank, eat the bread. Terendi says a prayer and falls asleep on the river bank. But the boy does not sleep. He thinks about everything he has seen: the storms, the bees, the ants, the trains, fishes in the river. അവരെന്ത് ചെയ്യാണ്? കുറച്ച് നേരം ഇങ്ങനെ യാത്ര ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ നടക്കുന്നുണ്ട് പറഞ്ഞു എല്ലാവരും കൂടെ. അപ്പോൾ കുറേ ദൂരത്തിപ്പോൾ അവർ ഒരു റിവറിൻ്റെ സൈഡിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ബ്രെഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡാനിൽക്ക് എന്ത് ചെയ്യാണ്? അവൻ ഇന്ന് കണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് സ്വപ്നം കണ്ടിങ്ങനെ കിടക്കുകയാണ്. ബീസിനെ കുറിച്ചും നേച്ചറിനെ കുറിച്ചും ട്രെയിനിനെ കുറിച്ചൊക്കെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓക്കെ, ദേ വാണ്ടർ ഇൻ ദ ഫീൽഡ്സ് ഓൾ ഡേ till its gets dark. Fiokla and Danielka enjoy spending time with nature and learning many things from Terendi. അപ്പോൾ അവർക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, പ്രകൃതിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഈ നടക്കുന്നതിൻ്റെ ഒപ്പം എന്ത് ചെയ്യും? ടെറൻഡിയോട് അവരുടെ സംശയങ്ങളൊക്കെ തീർക്കുകയും ചെയ്യും. അത് അവരുടെ ഒരു ഹോബിയാണ്. Thus they spend a day in the country. They return to the village by the late evening. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? എ ഡേ ഇൻ ദ കൺട്രി. അവരെന്ത് ചെയ്യണം? ആ ദിവസം ഫുള്ള് ആ ഡേയിൽ ആ കൺട്രി അല്ലെങ്കിൽ ആ സ്ഥലം ഫുള്ള് ചുറ്റിക്കാണുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് വരുന്നത്? എ ഡേ ഇൻ ദ കൺട്രി എന്നുള്ള ടൈറ്റിൽ ഇതിന് വരുന്നത്. അപ്പോൾ വൈകുന്നേരമായപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ ചുറ്റിക്കറങ്ങിയിട്ട് ഈവനിങ് ആയപ്പോൾ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. Suddenly leaving them, the barn goes back to the tower. The children lie down on the straw. Fiokla falls asleep quickly. She got so tired. The boy does not sleep as she can't help but think about what he had seen in the day. Danielka was excited and exhausted after long hours of thinking. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ബാണിൽ കിടക്കാനായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും കിടന്നുറങ്ങാനായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ ഡാനിൽക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല? അന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. അവനെന്ന് കണ്ട ആ നേച്ചറിൻ്റെ ഭംഗിയും ബ്യൂട്ടിയും കണ്ട കാര്യങ്ങളൊക്കെ ഓർത്ത് കുറേ നേരം ആലോചിച്ച് കിടന്നു. അപ്പോൾ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെക്കുറിച്ച് ആലോചിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? താനെ കിടന്നുറങ്ങുന്നുണ്ട്. He didn't know why he was thinking so deeply. Fiokla was too young to explain that was happening to him, so he asked Terendi. അപ്പോൾ
അവനറിയില്ല അവൻ എന്താണ് നേച്ചറിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പം ഫിയോക്ലൈനോട് അവൻ ചോദിക്കണം എന്നുണ്ട്, പക്ഷെ അവക്കെതിരിയില്ല, അവൻ ചെറിയ കുട്ടിയാണ്. ഇവരെന്താണ് ഈ നേച്ചർ മാത്രം ആലോചിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവക്കറിയില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ടെരൻഡിയോട് ചോദിക്കുന്നുണ്ട്. ടെരൻഡി കംസ് ബാക്ക് ആഫ്റ്റർ ദ ചിൽഡ്രൻ fall asleep. He puts the bread under their heads and prays for them. It shows so much how much love he has for the children. അപ്പോൾ ഇവരെല്ലാം ഉറങ്ങി കഴിഞ്ഞിട്ട് ടെരൻഡി എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും കുറച്ച് ബ്രെഡിൻ്റെ പീസസ് ആയിട്ട് വരുന്നുണ്ട്. ആ ബ്രെഡ് പീസസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ തലയുടെ മുകളിലായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, അവന് കുട്ടികളോടും പ്രകൃതിയോടും ഒക്കെ ഉള്ള സ്നേഹം, അത്ര ഇന്നസെൻ്റ് ആയിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു നമ്മളുടെ ടെരൻഡി എന്ന് പറയുന്നത്. They are not his children. He is so fond of them. He always does the best for his children. His love for the children was unconditional, just like the nature of humankind. Nature of mankind. എന്ത് ചെയ്യുന്നുണ്ട്, പ്രകൃതിയെയും കുട്ടികളെയും അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ബാക്കി അവനേക്കാൾ സ്നേഹിച്ചിരുന്നത് അവൻ കുട്ടികളെയും പ്രകൃതിയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ കുട്ടികളല്ലായിരുന്നിട്ട് പോലും എന്ത് ചെയ്യുന്നുണ്ട്, അവനേക്കാൾ കഴിയുന്ന സഹായങ്ങളൊക്കെ അവൻ ഇവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. This lesson is about two children and a cobbler named Terendi who teaches them valuable lessons about nature. Okay. No matter how much ever we know about nature, still there is no much scope for us to learn about nature. Because nature is more than just a place we can sit during the holidays or weekends. Nature is the art of God. അപ്പോൾ നേച്ചറിൻ്റെ ഭംഗിയെക്കുറിച്ചിട്ട് അതിൻ്റെ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ പറയുന്ന ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, നമ്മളിത് കാണാൻ പറ്റുന്നത് നമ്മളുടെ ടെരൻഡി എന്ന് പറയുന്ന കോബ്ലർ ചെരുപ്പ് കുത്തിയും, അതേപോലെ തന്നെ നമ്മളുടെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്ന ഡാനിൽക്കെയും ഫിയോക്ലയാണ്, രണ്ട് കുട്ടികളുടെയും കഥ. അവരുടെ ഒരു ദിവസത്തെ ഒരു കൺട്രിയിലെ ജീവിതം അതിനെക്കുറിച്ച് പറയുന്ന ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ പഠിച്ചത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ലെസൺ. താങ്ക് യു.